LDF സർക്കാർ നടത്തിയിരുന്നത്. 2016 ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അന്ന് കണ്ടത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ അർഹതയുള്ള ആളുകൾക്ക് 600 രൂപയാണ് പെൻഷൻ. പക്ഷേ 18 മാസമായിട്ട് ആ പെൻഷൻ ലഭിച്ചിട്ടില്ല. 18 മാസമായി ലഭിക്കാത്ത പെൻഷൻ അന്ന് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എല്ലാവർക്കും പെൻഷൻ കൊടുത്തു തീർക്കണം. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു. അതിലൂടെ അവസാനിക്കുകയല്ല ചെയ്തത്. കുടിശ്ശിക തീർന്നതോടുകൂടി വർധനവ് ആരംഭിച്ചു. 600-ൽ നിന്ന് 1600-ലേക്ക് 60 ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ ലഭിക്കുന്നു. ഈ 1600 രൂപ LDF തീരുമാനത്തിൻ്റെ ഭാഗമായി കൃത്യമായി പിന്നീടും വിതരണം ചെയ്യപ്പെടുകയുണ്ടായി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ എന്തായിരുന്നു കോൺഗ്രസും UDFും സ്വീകരിച്ചിരുന്ന നില എന്താണ്? പെൻഷൻ്റെ തുടക്കം കർഷക തൊഴിലാളികൾക്ക് ചെറിയ പെൻഷൻ കൊടുത്തുകൊണ്ടായിരുന്നല്ലോ, 45 രൂപ. അന്ന് അത് ദുർവ്യയമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിനെ എതിർത്തിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 2016-ലെ കുടിശ്ശികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ 2006-ൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുൻപ് സംസ്ഥാനത്ത് നൽകേണ്ടിയിരുന്ന പെൻഷൻ നാമമാത്രമായതാണ്. അത് എത്ര മാസത്തേതായിരുന്നു കുടിശ്ശിക എന്നറിയോ? 28 മാസം. 28 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായി എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും. അതായിരുന്നു UDFൻ്റെ രീതി. 28 മാസം 2006-ലെ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കുടിശ്ശിക. 2016-ൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 18 മാസം കുടിശ്ശിക. 2021-ൽ LDF ആയിരുന്നില്ല എന്ന് വിചാരിക്കുക, പഴയതുപോലെ UDF തന്നെ അധികാരത്തിലെത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മുടെ 2026-ലേക്ക് എത്തുമ്പോൾ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമെന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. ആ കുടിശ്ശികയില്ലാതെ മുഴുവൻ പെൻഷനും വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ തുടർഭരണം ഉണ്ടായതുകൊണ്ടാണല്ലോ. ആ പാവങ്ങളുടെ കയ്യിൽ ഈ തുക ലഭ്യമാകുന്നത് നമ്മുടെ നാടിൻ്റെ ദരിദ്രാവസ്ഥ കുറക്കുന്നതിനിടയാക്കുകയാണല്ലോ. ആ പണം നാട്ടിലാണല്ലോ വ്യാപരിക്കുന്നത്. നല്ല രീതിയിൽ നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി, അവരുടെ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കപ്പെടുകയല്ലേ. ഇപ്പോഴാണെങ്കിൽ 1600 എന്നത് 2000 രൂപയായി സർക്കാർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തുടർഭരണത്തിൻ്റെ പ്രത്യേകത ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിച്ചു എന്നതാണ്. മാത്രമല്ല 1600-ൽ നിന്ന് 2000-ലേക്ക് ഉയർന്നു എന്നതുമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം
എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിലാണ് ശക്തിപ്പെട്ടത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയൊരു മേഖലയാണ്. പക്ഷെ അതായിരുന്നു തകർന്നു പോയിരുന്നത്. 5 ലക്ഷം കുട്ടികളായിരുന്നു കൊഴിഞ്ഞു പോയിരുന്നത്. ആ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ വന്ന് ചേരുന്ന അവസ്ഥയുണ്ടായി. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത്. നമ്മുടെ സ്കൂളുകൾ 2000-ഓളം സ്കൂളുകൾ, 2000-ൽ പരം സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. 5,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. മാറ്റം, കാലാനുസൃതമായ മാറ്റം. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും വലിയ അംഗീകാരം, നീതി ആയോഗിൻ്റെയും മറ്റും അംഗീകാരം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതും നമ്മുടെ തുടർഭരണത്തിൻ്റെ പ്രത്യേകതയായി കാണാൻ നമുക്ക് കഴിയും. ഇവിടെ ഓർക്കണം, നമ്മൾ ഓർമ്മ വിട്ടുപോകരുത്. അതാണ് ഏറ്റവും പ്രധാനം. 2016 മുൻപുള്ളൊരു കാലം, ആ കാലത്ത് പഠിച്ച ചിലരെങ്കിലും ഇപ്പോൾ നമ്മുടെ സദസ്സിലുണ്ടാവും, ചെറുപ്പക്കാർ. അന്ന് പഠിച്ച കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ലഭ്യമായിരുന്നില്ല. അവർക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പുസ്തകങ്ങൾ കൊടുക്കുകയായിരുന്നു. കെട്ടുകാര്യസ്ഥയുടെ പാരമ്യതയില്ലേ. എല്ലാവർക്കും അറിയാലോ ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന്. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ എത്ര പാഠപുസ്തകങ്ങൾ വേണമെന്ന് ജൂൺ മാസത്തിലാണോ കണക്കൂട്ടേണ്ടത്? നേരത്തെ തയ്യാറെടുക്കണ്ടേ? ചെയ്തോ? പാഠപുസ്തകം ഉണ്ടായോ? എത്ര വലിയ അസ്വസ്ഥതയാണ് ഉണ്ടായത്. നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ ഇപ്പോൾ നോക്കൂ, എല്ലാ കുട്ടികൾക്കും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുതിയ പാഠപുസ്തകങ്ങൾ കയ്യിലെത്തുകയാണ്. ഇതാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. അത് പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം. ഉന്നത വിദ്യാഭ്യാസ രംഗമോ? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അവസ്ഥ, രാജ്യത്തെ ആദ്യത്തെ ഒരു 100 സ്ഥാപനങ്ങൾ എടുക്കുക, അതിലെവിടെയും കേരളത്തിലെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് മാറ്റണമെന്ന് കണ്ടു. മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടന്നു. 2021 തുടർഭരണം വന്നപ്പോൾ ഒരു പ്രഖ്യാപനം തന്നെ ഗവൺമെൻറ് നടത്തി. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന്. അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നീങ്ങി. ഫണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് നല്ലതുപോലെ ലഭ്യമായി. വലിയ സാമ്പത്തിക പിന്തുണ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. പുതിയ കോഴ്സുകൾ വന്നു. വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായി. ഇപ്പോൾ എന്താ സ്ഥിതി? കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. ആ കണക്കിൽ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികളെ അടയാളപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ 12-ൽ നമ്മുടെ 3 എണ്ണമുണ്ട്. കേരള 9-ാം സ്ഥാനത്ത്, കൊച്ചി 10-ാം സ്ഥാനത്ത്, ഗാന്ധി 11-ാം സ്ഥാനത്ത്. മാറ്റമല്ലേ? 43-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആദ്യത്തെ 100 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെടുത്താൽ, കോളേജുകളെടുത്താൽ അതിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. ഇപ്പോൾ ഈ വർഷം നമ്മൾ കണ്ടു, ഈ അപേക്ഷ കൊടുക്കുന്ന സമയം, കുട്ടികളുടെ അപേക്ഷ വരുന്ന സമയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, വലിയ തോതിലുള്ള ഇടപെടൽ. വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി വലിയ തോതിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നു. അപ്പോൾ മാറുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വലിയ മാറ്റം സംഭവിക്കുന്നു. കാലാനുസൃതമായ പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത്
തുടർഭരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. തുടർഭരണത്തിലൂടെയാണ് ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പോൾ വ്യവസായ മേഖലയിൽ 2016 അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ആർക്കെങ്കിലും നമ്മുടെ നാട് ഇന്ത്യയിലെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി നിലനിൽക്കും എന്ന് അന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം നമ്മൾ വളരെ പിറകിലാണ്. ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന റാങ്കിങ് ഉണ്ട്, അതിൽ നാം വലിയ തോതിൽ പിറകിലാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല കേരളത്തിൽ അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിക്കാൻ കഴിയില്ല. ആലോചിക്കാൻ കഴിയില്ല എന്ന് വെച്ച് അതവിടെ വിട്ടുകളയാനാണോ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നത്? സർക്കാർ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം. സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം നാടിനെ വലിയ തോതിൽ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അസാധ്യം ഈ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനൊന്നും കേരളത്തെ കഴിയില്ല എന്ന് പറഞ്ഞ് വിടലല്ല. എന്തുകൊണ്ട് നമുക്ക് അത്തരമൊരു സ്ഥാനം നേടിക്കൂടാ എന്ന ആലോചനയിലേക്കാണ് LDF സർക്കാർ നീങ്ങിയത്. അതിന് ഫലമുണ്ടായി. അതിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് ആദ്യം കാണണം. ആ തടസ്സങ്ങൾ കണ്ടു. ചില നിയമങ്ങൾ തന്നെ തടസ്സമായിരുന്നു, ചില ചട്ടങ്ങൾ തടസ്സമായിരുന്നു, മറ്റ് തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ മേഖലകളുണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. മാറ്റങ്ങളുണ്ടായി. നിയമങ്ങൾ ഭേദഗതി ചെയ്തു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. കേരളത്തിൻ്റെ മാനസിക ഘടന തന്നെ മാറ്റാനുള്ള ഇടപെടലുകളുണ്ടായി. വിവിധ ചർച്ചകളെല്ലാം അതിൻ്റെ ഭാഗമായി നടന്നു. അപ്പോഴേക്ക് 2021 2021 എവിടെയാണോ അവസാനിച്ചത്, തുടർഭരണം വന്നപ്പോൾ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോക്ക് നടന്നു. അതിൻ്റെ ഫലം നാം ഒരു കാലത്ത് പ്രതീക്ഷിക്കാൻ കഴിയാതിരുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ പദവി, ഏറ്റവും നമ്പർ 1 നില കേരളത്തിന് നേടാൻ കഴിഞ്ഞു. ഒരു തവണയല്ല, രണ്ടാമതും നേടി. ഇപ്പോൾ നാം കാണുന്നത് എന്താ? ഇവിടെ നിക്ഷേപ സംഗമം നടന്നല്ലോ, ആഗോള നിക്ഷേപ സംഗമം. ഇപ്പോൾ പറയുമ്പോൾ നമ്മുടെ ആ നിക്ഷേപ സംഗമത്തിൽ 2 ലക്ഷം കോടിയോളം രൂപയുടെ വാഗ്ദാനമാണ്, നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. നല്ല ഭാഗം ഇപ്പം തന്നെ പ്രാവർത്തികമായി തുടങ്ങി. നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നു എന്നതിൻ്റെ ഒട്ടേറെ തെളിവുകൾ വന്നു കഴിഞ്ഞു. സംരംഭക വർഷം എന്ന നിലക്ക് ഒരു വർഷത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനൊരു നടപടികൾ സ്വീകരിച്ചു. അത് അതിശയകരമായ വർധനമാണുണ്ടായത്. 1 ലക്ഷം എന്ന് കണക്കാക്കിയത് 3 ലക്ഷം കവിഞ്ഞാണ് നിന്നത്. അതിനകത്ത് 1 ലക്ഷം തന്നെ സ്ത്രീകൾ വ്യവസായ സംരംഭങ്ങളായി രംഗത്ത് വന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് കഴിയുക. മാറ്റമല്ലേ ഇതൊക്കെ? ആ മാറ്റം എന്തുകൊണ്ടാണ്? തുടർഭരണത്തിൻ്റെ ഭാഗമാണ്. തുടർഭരണം എവിടെയാണോ 2021 അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്, അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി
വലിയ നേട്ടം നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞു. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള ചില രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയിരുന്നു. മലയാളികളുടെ കൂട്ടായ്മയാണ് അവിടെ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടങ്ങളിലുള്ള ഉന്നതരായ ഭരണാധികാരികളെ കാണാനും ചർച്ച ചെയ്യാനും കഴിഞ്ഞിരുന്നു. അവരെല്ലാം കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. വലിയ മാറ്റമാണ് കേരളത്തോടുള്ള മനോഭാവത്തിൽ തന്നെ വന്നിട്ടുള്ളത്. അബുദാബിയിലെ കിരീടാവകാശിയുമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയാണ്, ഉടനെ കേരളത്തിലേക്കൊരു ടീം പോകണം, അവരുമായി ചർച്ച നടത്തി ഏതെല്ലാം മേഖലകളിൽ നിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തണം. ഇതാണ് മാറ്റം. ഒരിടത്തെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായിടങ്ങളിലും ഈ രീതിയിലുള്ള മാറ്റമാണ് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ആ മാറ്റം വന്നത്? നമ്മുടെ നാട് ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് എന്ന നില ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. അത് ആർജിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? തുടർഭരണം നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായി എന്നതുകൊണ്ടും. ഇതാണ് തുടർഭരണത്തിൻ്റെ പ്രത്യേകത. മറ്റൊട്ടേറെ മേഖലകൾ പരിശോധിച്ചാൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ